ആയൂർ ഓർത്തഡോക്സ് പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച അരങ്ങേറിയ ഗുണ്ടാ വിളയാട്ടത്തിൽ അന്വേഷണ വിധേയമായി വികാരി വർഗീസ് കോശി അച്ഛനെ സസ്പെൻഡ് ചെയ്തു. ഭദ്രാസന നേതൃത്വം ഇങ്ങനൊരു നടപടി എടുത്തതിൽ വിശ്വാസികൾ ഒന്നടങ്കം കൈയടിക്കുകയാണ്. ഭദ്രാസന കൗൺസിൽ അംഗം കൂടിയായ ഈ വൈദികൻ പള്ളിയിൽ നടന്ന ഗുണ്ടായിസം അക്രമം കയ്യും കെട്ടി നോക്കി നിന്ന് ആസ്വദിക്കുകയായിരുന്നു. ഇദ്ദേഹം ഗുണ്ടകളോടൊപ്പം ചേർന്ന് നിന്ന് ഒരുക്കിയ തിരക്കഥയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വികാരി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വോയിസിൽ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു വികാരി പള്ളിയിൽ വന്ന് കലക്കമുണ്ടാക്കുകയല്ല, പകരം വിശ്വാസികളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പള്ളിക്കുള്ളിൽ കളരിപ്പയറ്റ് നടത്താൻ അവസരം ഒരുക്കുകയല്ല ചെയ്യേണ്ടത്. ഈ വൈദികൻ ഇരുന്ന പള്ളിയിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും അഹങ്കാരം മനസ്സിലുള്ള മറ്റൊരു വൈദികൻ മലങ്കര സഭയിൽ കാണുകയില്ല. കവറിന്റെ കനം നോക്കി പച്ചില കാണുമ്പോൾ കുഞ്ഞാട് പോകുന്നത് പോലെ പോകുന്ന വൈദികനാണെന്ന മറ്റു പള്ളിയിലെ വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പള്ളിയിൽ എന്ത് വിഷയങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ പള്ളിക്കുള്ളിൽ കളിപ്പയറ്റും കയ്യാങ്കളിയും നടത്തുകയല്ല വേണ്ടത്. അത് ഭരണസമിതിയിലെ ട്രസ്റ്റിയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ. മുണ്ട് കുത്തിയെടുത്ത് ഒരു ശുശ്രൂഷക്കാരനെ പന്തെടുത്തെറിയുന്നത് പോലെ തട്ടിയെറിയുന്ന ദൃശ്യം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ആ വീഴ്ചയിൽ ശുശ്രൂഷക്കാരനായ തോമസിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ വികാരിയും ഭരണസമിതിയും കൂട്ടത്തോടെ അകത്തുപോയി കിടക്കേണ്ടി വന്നേനെ. അതിനിടവരുത്താതെ ദൈവം കാത്തു സൂക്ഷിച്ചു. ശുശ്രൂഷക്കാരൻ തോമസിന്റെ വാക്കുകൾ കേൾക്കാം. കഴിഞ്ഞ 40 വർഷമായി എൻ്റെ ഇടവകയിലും തിരുവനന്തപുരം കൊട്ടാരക്കര ഭദ്രാസനത്തിലുള്ള വിവിധ ദേവാലയങ്ങളിലും ഒരു ശുശ്രൂഷകനായി ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ദേവാലയത്തിലേക്ക് ഇടവക ദിനത്തിന് കടന്നു വന്ന അഭിമന്യ തിരുമേനിയോടുകൂടെ ഞാൻ വിശുദ്ധ മദ്ബായിലേക്ക് പ്രവേശിക്കുകയും എന്നാൽ ട്രസ്റ്റി സെക്രട്ടറി ഇവർ വന്ന് ബഹളമുണ്ടാക്കുകയും ഇവനെ മദ്ബായിൽ കയറാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും എൻ്റെ മകളെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കേട്ടല്ലോ ഈ തെമ്മാടിത്തരം. ഇവർ കരുതിക്കൂട്ടി വ്യക്തമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഈ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം വരാൻ നടത്തിയതിനെ തന്ത്രങ്ങൾ ഒന്ന് കേൾക്കാം. അപ്പൊ പിന്മാറിയോ? ഞാൻ പിന്മാറി എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് പാതികാമ്പിന്റെ അന്ന് ഞാൻ ബിസ്മി നിൽക്കുമ്പം മുളയറയും പിന്നെ ലാലുവും പിന്നെ ഫാൻസിയും കൂടെ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ബിജുവിന് അതായത് മുളയറയ്ക്ക് ഒരു വർഷം ട്രസ്റ്റി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ നിൽക്കരുത്, ഞാൻ പിന്മാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുളയറ മുളയറ നിൽക്കുന്നുള്ള കാര്യം ഞാനിപ്പോഴാ സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം അറിയുന്ന മുളയറ നിൽക്കുന്നുള്ള കാര്യം. ജോജിയുടെ പെണ്ണല്ല, സോജിയുടെ പെണ്ണ് നിൽക്കുന്ന ഞാൻ ആദ്യം അറിഞ്ഞത് ബൈക്കില്. ഇപ്പൊ മുളയറ നിൽക്കുന്ന കാര്യം ഞാനിപ്പോ അന്നേരം അറിയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ ബിജുവിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പിന്മാറാന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, അങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തോ സ്ഥാനം വാഗ്ദാനം ചെയ്തേ? പെരുന്നാൾ കൺവീനർ സ്ഥാനം എന്തോ വാഗ്ദാനം? പെരുന്നാൾ കൺവീനറായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കൺവീനറായിട്ട് നിൽക്കുന്നില്ല. അതിപ്പോ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഞങ്ങളുടെ വാർഡിന്റെ പ്രതിനിധിയായിട്ട് വരാൻ പോവാ. എന്നാലല്ലേ എനിക്ക് അതിനകത്ത് എല്ലാം സംസാരിക്കാൻ പറ്റും. പക്ഷേ പെരുന്നാളിന്റെ കൺവീനർ എന്ന് പറയുമ്പോ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രമല്ലേ നമുക്ക് ഒരു മാക്സിമം വന്ന ഒരു മാസത്തെ ഇടപാടേ ഉള്ളൂ. അതിൽ തന്നെ ഒരാഴ്ചത്തെ ഇടപാടേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളു. 100% നിങ്ങളെ ഒതുക്കാൻ നോക്കിയതല്ലേ? നിങ്ങൾ എന്തോ വലിക്കാൻ ഇത്രയും പേരെ ഇത്രയും എന്റെ അടുത്ത് ഉൾപ്പെടെ പിന്തുണ ചോദിച്ചിട്ട് നിങ്ങൾ നിലപാട് മാറ്റി എന്തിനാ? അല്ല, നിലപാട് മാറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അവൻ വന്ന് അച്ഛാ എനിക്ക് ഒരു വർഷം ഒറ്റ വർഷം അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുചോദ്യം ചോദിക്കാണ്ട്. മോനി ജോർജ് ചെന്ന് കീഴൂട് ബാബുവിന്റെ അടുത്ത് കാല് പിടിച്ച് ചോദിച്ചു, എനിക്ക് അച്ഛാ ഞാൻ ഈ പ്രാവശ്യം ട്രസ്റ്റി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ ബാബു പറഞ്ഞ ഏർപ്പാടെന്തോ? നിങ്ങൾ അന്വേഷിക്കും. അപ്പൊ നിങ്ങൾ ഈ കൂലിപ്പട്ടാളത്തിന് ഇത് കൊടുക്കൂല്ലേ? കുഴപ്പമൊന്നുമില്ല, മുളയറ തന്നെ വരണം. അല്ലല്ല മുളയറ തന്നെ വരണം. എന്നിട്ട് വേണം നമുക്കൊന്ന് കേറി ഒന്ന് മദ്ദളം അടിക്കാൻ. അല്ല, ഞാൻ അതുകൊണ്ടാ ജിജോ പറഞ്ഞു ഞാൻ കമ്മിറ്റിയിലേക്ക് വരാൻ പോകും. കാരണം എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ വാർഡിൽ നിന്ന് നിങ്ങൾ കമ്മിറ്റി വരും. നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട്? അവിടുന്ന് വനിതയാ വരുന്നെങ്കിലോ അവിടെ പിന്നെ നിങ്ങൾ ആ ഒരു ടോക്ക് പറയുന്നത് എന്തിനാ? വനിതാ സംവരണം ആണെങ്കിൽ എനിക്ക് വനിതാ സംവരണം നിലവിൽ അത് വനിതാ സംവരണമായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. ആ ടേൺ തീർന്ന് അതൊരു ടേണാ, അതൊരു സർക്കിളാ. ആ സർക്കിള് തീർന്ന് ഇനിയുള്ളത് ഫസ്റ്റ് ഒന്നും പറഞ്ഞോണ്ട എടുക്കുന്നത്. ഇനി 12 എഴുതി ഇടുക. അത് നിങ്ങളത് വനിതയാണെങ്കിൽ വനിത തന്നെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം സെക്രട്ടറി ആരാ? സെക്രട്ടറിയുടെ കാര്യം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞത് റെജിയും പിന്നെ മറ്റേ ബാബുവായി ചാക്കോയും നിൽക്കുന്നുണ്ടെന്നാ.
അത് പഴയ അറിവല്ലേ, പുതിയ അറിവ് രാജു ഷാബുവിലില്ലേ? അതെന്റെ കൂടെ പറഞ്ഞിട്ടില്ല. ചുമ്മാ അലക്സ, ഇതൊക്കെ ഈ സത്യമായിട്ടും ഈ ഈ എന്നോട് ഈ പറഞ്ഞില്ല. ഈ ആടിനെ പട്ടിയാക്കുന്ന എന്നോട് പരിപാടി നമുക്ക് ഇഷ്ടമല്ല. അല്ലെന്ന് എന്നോട് ഈ കാര്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഏതാ ഇനി ഈ പശുസാൻ ഇതിനകത്തൊരു ബഹു രസമുണ്ട്. നമുക്കാരായാലും, ഞാൻ അന്ന് പറഞ്ഞ അതേ വാചകം വീണ്ടും ആവർത്തിക്കുന്നു, ആരായാലും നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ കുടുക്കിട്ട് പിടിക്കുകയും ചെയ്യും, ഇടിക്കാനുള്ളത് ഇടിക്കുകയും ചെയ്യും. അത് 3.5 തരം. അതിനി കൂടുതലായിട്ട് നമുക്ക് അതിനുള്ള ആർജവം കയറി വരത്തേ ഉള്ളൂ. കാര്യം വേറെ ഒന്നുമല്ല, അവന്മാരെന്തോ മലത്താന ഇത് കയറിയിരുന്നു. നിങ്ങൾക്കറിയാം ഒരു ട്രസ്റ്റി ആയി കഴിഞ്ഞാൽ ഉള്ള തലവേദനകൾ എന്തൊക്കെയാണ്. അല്ല, ഇതിപ്പോ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാലേ, ഒരാൾ എന്റെ അടുത്ത് വന്ന് കാല് പിടിക്കുന്ന പോലെ വന്ന് കാര്യങ്ങൾ പറയുമ്പം ഞാൻ അതിന് വഴങ്ങി കൊടുക്കുക ചെയ്തു. അല്ലാതെ അതിനകത്ത് മറ്റ് വേറൊരു ഭാഗത്തുനിന്ന് പ്രഷർ വന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് ഒരാള് വന്ന് കാല് പിടിച്ചു എന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നു. നാളെ ഈ പറഞ്ഞ കാല് പിടിച്ച വ്യക്തി അംഗീകരിക്കുമോ നിങ്ങളുടെ അടുത്ത് കാല് പിടിച്ചെന്ന്? അവർ ഈ പറഞ്ഞ മൂന്ന് പേര് എന്റെ മുഖത്ത് നോക്കി പറയത്തില്ലല്ലോ എന്നെ വന്ന് കണ്ടിങ്ങനെ. ഇതൊക്കെ ചുമ്മാ നമുക്ക് വീറോടും വാശിയോടും പറയാം. അവന്മാർ മാറ്റി പറയത്തില്ല, നിങ്ങൾക്ക് അറിയാം. അവന്മാർ മാറ്റും, അവന്മാർക്കേ മാറ്റാൻ പറ്റൂ. ഞാൻ പറയട്ടെ, അവന്മാർ മാറ്റി പൊതുജനങ്ങളോട് ചിലപ്പോൾ പറയുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ മുന്നേ വെച്ച് ഈ 3 പേരും പറയത്തില്ലല്ലോ. മുന്നേ വെച്ച് പറയത്തില്ല. ആണ്ടാ ഇത്രയും നാളായിട്ട് എന്റെ മുന്നേ വെച്ച് ഒരു വാക്ക് ഉച്ചരിക്കാൻ അവന്മാരെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലേ? ഒരു കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലേ? എന്റെ മുമ്പിൽ വെച്ച് എന്താടാ നീ എന്തോ ആള് കളിക്കുന്നതെന്ന് ഒന്നും മിണ്ടിയിട്ടില്ലല്ലേ? എന്താ? അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞപ്പോ ഞാനത് അംഗീകരിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എനിക്കിപ്പം ഞാൻ ഇങ്ങനെയുള്ള വ്യക്തികൾ മുന്നോട്ട് കടന്നു വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതില് ഹിഡൻ അജണ്ടകളൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അജണ്ടകൾ കൊണ്ടുവന്ന കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന വ്യക്തികൾ വരുമ്പോ നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റാനുള്ള അവസരം കിട്ടുമല്ലോ? 100% കിട്ടത്തില്ലേ? എന്തോ സംശയം? അതാ ഞാൻ പറഞ്ഞ, നമ്മൾ വെളിയിൽ നിന്നാലും ഇപ്പൊ കമ്മിറ്റിക്കകത്ത് കയറിയില്ലെങ്കിൽ തന്നെയും വെളിയിൽ പൊതുവോ സമയത്ത് നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള അവസരം 100% കിട്ടത്തില്ലേ? പിന്നെ കിട്ടാതെ അവിടെ പോനാ? അതാ ഞാൻ പറഞ്ഞേ, കിട്ടാതെ അവിടെ പോനാ? ഇതിനകത്ത് സ്ഥാനം ഉണ്ടെങ്കിലേ ഒന്നും സംസാരിക്കാൻ പറ്റാതുള്ളൂ. ഇതിനകത്ത് സ്ഥാനം ഇല്ലെങ്കിൽ എന്ത് സംസാരിക്കാം? അതാ ഞാൻ പറഞ്ഞത്. അത് മതി. ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഞാനിതൊന്ന് കൺഫേം ചെയ്യാൻ കാര്യം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. ഉള്ളത് തന്നെ അത് നടക്കട്ടെ. ഇത് നല്ല കാര്യം. ഇത് ഈ ഒരു ജനകീയ പിന്തുണയോടെ കൂടി അവനൊന്നും ഒരിക്കലും ജയിക്കത്തില്ല. കാര്യം അവന് ഒരു ജനകീയ പിന്തുണ ഇല്ല. അത് ഞാൻ പച്ചയ്ക്ക് പറയും. ഈ പറഞ്ഞ നിങ്ങളുടെ അടുത്ത് വന്ന് സന്ധിച്ച 3 പേർക്കും ജനകീയ പിന്തുണ ഇല്ല. അല്ല, അങ്ങനെ അതുകൊണ്ടാണല്ലോ ജിജോ വന്ന് അല്ലെങ്കിൽ അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ വന്ന് പറയാം. യവന്മാര് സവർക്കറിന്റെ കൂട്ട് നിങ്ങളുടെ ഷൂ നക്കിയെങ്കിൽ, ബ്രിട്ടീഷുകാരന്റെ കാലത്ത് നക്കിയെങ്കിൽ, ഇതേ നക്കല അവന്മാർ ഓരോ വീട്ടിലും നക്കിയെങ്കിലേ അവന്മാർക്ക് വോട്ട് കിട്ടൂ. അങ്ങനെ മാത്രമേ അവന്മാര് ജയിക്കൂ. ഇപ്പോഴും ഞാൻ പറയുന്നു. ഞാൻ വേറെ പറയട്ടെ, ഇവർക്ക് എങ്ങനെ അതായത് എന്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നുണ്ട്, ബിജു നിൽക്കുന്നുണ്ട്. അപ്പൊ വോട്ട് എങ്ങനെ മറിയും എന്നുള്ളത് നമുക്ക് നിങ്ങൾ നിൽക്കുന്നുണ്ട്, ബിജു നിൽക്കുന്നു. ബിജു ബേബിയോ? അല്ലല്ല, ഈ മുളേറ. അപ്പൊ ഞാൻ നിന്നെങ്കിൽ ഞാൻ ഇറങ്ങി പണിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കുക എന്നുള്ള 100% വിശ്വാസമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയിൽ തന്നെ എനിക്ക് വോട്ട് കിട്ടാൻ ഉള്ള ഇതുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങി ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% ജയിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് 100% ഉണ്ട്. പക്ഷേ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ പിന്തുണ കിട്ടും. പിന്തുണയൊക്കെ എല്ലാവർക്കും കിട്ടും. പക്ഷേ ഈ വർക്ക് ചെയ്യുന്നതും നക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നുണ്ട്, എന്നെ പിന്തുണയ്ക്കണം എന്ന് പറയുന്നത് ഒരു അന്തസ്. അല്ലാതെ എനിക്ക് വേണ്ടി മാറിത്തരണേ, ഞാനൊന്ന് നിന്നോട്ടെ, ഞാനൊന്ന് ഈ പ്രാവശ്യം ഒന്ന് ആയിക്കോട്ടെ എന്ന് പറയുന്നത് ഷൂ നക്കല്. ഈ പറഞ്ഞത് ഇതേ ഡയലോഗ് തന്നെ എൻ്റെ അടുത്ത് ബിജു മുളേറ തന്നെ പറഞ്ഞത്. അച്ഛാ, എനിക്ക് ഒറ്റ വർഷം മതി, ഒറ്റ വർഷം ഞാൻ നിർത്തിയിട്ട് അച്ഛാ മാറി തരണം എന്നാ പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ബിജുവിന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ 100% തടസ്സം നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അത്രേ പറഞ്ഞു. അവിടെ അത് തീർന്നു. ആയിക്കോട്ടെ, വരണമല്ലോ. ഒരു വർഷം ബാബു ഇരുന്നിട്ട് എന്തോ പുളുത്തി, ഒറ്റ കൊല്ലം എന്ത് പുളുത്തി, ഒന്നും ചെയ്തില്ല. എന്നോട് മെനഞ്ഞാന്നല്ല, ഇന്നലെ വൈകിട്ട് രവി പറഞ്ഞ എന്തോ അറിയാം, റിപ്പോർട്ട് എഴുതുമ്പം എന്തോ ഉണ്ടച്ചാ എഴുതാൻ കുറെ നാള് പോലീസ് സ്റ്റേഷനിൽ കയറിയെന്നുള്ള അല്ലാതെ വേറെ എന്ത് അതിനകത്ത് എഴുതി വെക്കാൻ ഒന്നുമില്ല. ചോദിച്ചതായത് ഒന്നുമില്ല. എടുത്തു പറയത്തക്ക ഒരു കാര്യമില്ല. ഒരു ചെടി നട്ടതിന്റെ കാര്യങ്ങൾ എഴുതാണ്ടോ? സാധാരണഗതിയിൽ ഈ പ്രകൃതി ദിനത്തിന്റെ അന്ന് കുഴിച്ച് ചെടി നടുന്ന കാര്യമുണ്ടോ? ഒരു ചെടി നടുന്ന കാര്യമുണ്ടോ?
ഒരു ഓണപ്പരിപാടി നടത്തിയതുണ്ടോ? ഒരു ഒന്നും നടന്നിട്ടില്ല, ക്രിസ്മസ് നടത്തിയതുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്താ ഈ ഊറ്റം കൊള്ളുന്നേ? ഈ അവനല്ലി വീണ്ടും അവന്റെ ഗ്യാങ് അല്ലി വീണ്ടും ട്രസ്റ്റി ആയിട്ട് കയറാൻ പോന്നേ. വരണം എന്ന് ചൂടാ വരണം. എന്നിട്ട് വേണം എലിയെ പൂച്ച ഓടിക്കുന്ന പോലെ ഇട്ട് ഓടിക്കാൻ. അല്ല, അതിനുള്ള അവസരം നമുക്ക് കിട്ടുമല്ലോ. കിട്ടണമല്ലോ. അതാ പറഞ്ഞേ. അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ. ഇങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് അവർ ഭരണസമിതിയിൽ മത്സരിച്ച് ജയിച്ചു വന്നിട്ട് കാട്ടിക്കൂട്ടിയ ഈ വിളയാട്ടത്തിന് ഒത്താശ ചെയ്യാൻ പറ്റിയ വികാരിയെയും കിട്ടി. ഈ വികാരിയെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, എന്നേക്കുമായി ചുമതലകളിൽ നിന്ന് വിടർത്തി വീട്ടിലിരുത്തണം. എങ്കിൽ മറ്റുള്ള വൈദികർക്ക് ഒരു പാഠമാകൂ.